നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓവറോൾ ഒപ്റ്റിമൈസേഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ മെയിനായിട്ടും ഇപ്പം നിങ്ങളുടെ സൈറ്റൊക്കെ അടിപൊളിയാണ്, ടെക്നിക്കലി ഭയങ്കര കിടിലമാണ്. ഓക്കെ, ടെക്നിക്കലി പക്കാ സാധനം, ലോഡിങ് ടൈം ഒക്കെ ഹെവി, പക്ഷെ കണ്ടന്റ് ഇല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ്? ഒരു യൂസും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ കണ്ടന്റ് ഈസ് ദ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. പണ്ട് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ കിങ്ങും ക്യൂനും ഒന്നും വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് കാര്യത്തിലൂടെ അങ്ങ് കിടക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓവറോൾ സൈറ്റിൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ കുളമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തു. ഓക്കെ, സോ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നത് കീറ്റോ ഡയറ്റാണെന്ന് വിചാരിച്ചോ. കീറ്റോ ഡയറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാർബ് ഡയറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പുട്ട്, ഇഡ്ഡലി, ദോശ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. അതിൻ്റെ അകത്ത് കൂടുതൽ ഒരു പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് റിച്ച് ഫുഡായിരിക്കും അതിൻ്റെ അകത്ത് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ലോ കാർബ് ഡയറ്റാണ്. സോ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളൊരു പർപ്പസാണ് നമ്മൾ അതിൻ്റെ അത് ചെയ്യുന്നത്. ഇതിൻ്റെ അത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ഞാനത് പറയുന്ന സമയത്ത് എനിക്ക് എന്താണെന്ന് പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ടാണ്. സോ നമ്മളത് ചെയ്യുന്ന സമയത്ത് എന്താണ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ളായിട്ട് മീൻസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ശരീരത്തുള്ള ഫാറ്റ് ബേൺ ചെയ്ത് കീറ്റോൺസ് എന്ന് പറയുന്ന ഒരു എനർജി ഫോർമാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള നമ്മളുടെ എനർജി പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് പ്രൊഡ്യൂസ് ആവുന്ന പോലെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവില്ല. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കേസ്, കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ പറഞ്ഞ് ഞാൻ അങ്ങ് ചരിത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എവല്യൂഷനിലൂടെ കടന്നു വന്നൊരു ഒരു സംഭവമാണ്. സോ പണ്ട് കാലങ്ങളിൽ ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല, കാരണം ഒരുപാട് സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് റെപ്പറ്റീഷൻ വരുന്നോ ഇല്ലയൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ സദയം ക്ഷമിക്കുക. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മളുടെ ഒരു എവല്യൂഷൻ പ്രോസസ്സിൽ നമ്മൾ ഈ പറയുന്ന 3 നേരം ഒന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നില്ല നമ്മൾ ആദ്യകാലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു നേരം ഫുഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ വാരി വലിച്ച് തിന്നും. ഓക്കെ, സോ പിന്നെ അടുത്ത നെക്സ്റ്റ് ഫുഡ് എപ്പോഴാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിട്ടാം, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം കിട്ടാം, ചിലപ്പോൾ ഇന്ന് കിട്ടത്തില്ല, ചിലപ്പോൾ നാളെയും കിട്ടത്തില്ല, ചിലപ്പോൾ മറ്റന്നാളായിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ ബോഡി അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 ദിവസം ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഈ പറയുന്ന ഓൾറെഡി നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുമുള്ള മാക്സിമം എനർജി യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എനർജിയെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ശരീരത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് മെക്കാനിസം. ഓക്കെ, സോ ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഗ്ലൂക്കോസിനെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഫാറ്റിനെ ബേൺ ചെയ്യും. നമ്മുടെ ശരീരത്തിനോട് പറയുകയാണ് ഫാറ്റ് ബേൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി നമ്മൾ കഴിച്ച ഫുഡിൽ നിന്ന് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി? നമ്മൾ ആ ഒരു മെക്കാനിസത്തിനെ ഇനിഷ്യേറ്റ് ചെയ്യും. അതാണ് പ്രോസസ്സ്. സോ അതാണ് കീറ്റോ ഡയറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. സോ ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കീറ്റോ ഡയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുന്നത് പർച്ചേസ് ചെയ്തു, എൻ്റെ കീറ്റോ ഡയറ്റ് പ്ലാൻ നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള ലാൻഡിംഗ് പേജ് ആയിരിക്കില്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വേണം ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. അവർക്ക് അറിയണം ഇത് എന്താണ്, ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്, സോ ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് എടുക്കാമോ, കൊളസ്ട്രോൾ ഇഷ്യൂസ് വരുന്നവർക്ക് ഇത് എടുക്കാൻ പറ്റുമോ. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫാറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഇത്ര നാൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സോ അതിൽ നിന്ന് ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്കതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. സോ നമ്മളുടെ ഇനിഷ്യലി നമ്മളവരെ ചെയ്യേണ്ടത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ സെല്ല് ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? സോ ആ ഒരു സ്റ്റേജിൽ
നമ്മൾ ഫസ്റ്റ് ഒരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരിക്കലും അവരെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ടായിരിക്കില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ ഒരു ബയ്യർ പേഴ്സോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവരെ ആദ്യമേ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. സോ നമ്മളൊരു ക്യാമ്പയിൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്ത് ക്യാമ്പയിൻ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു കസ്റ്റം ഓഡിയൻസിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. സോ ആ ഒരു ഓഡിയൻസിലോട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ക്യാമ്പയിൻ, ഒരു കൺസിഡറേഷൻ ലെവൽ ക്യാമ്പയിൻ പോകുന്ന സമയത്ത് നമ്മൾ അവയർനെസ് ലെവലിലുള്ള ക്യാമ്പയിൻ്റെ അതേ കണ്ടന്റ് തന്നെ യൂസ് ചെയ്താൽ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഓൾറെഡി അവർക്ക് അവെയർ ആണ് എന്താണ് ഈ ഡയറ്റ്, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു. സോ കൺസിഡറേഷൻ സ്റ്റേജിൽ നമ്മൾ അവരെ അത് തന്നെ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ റെപ്പറ്റീഷനായി. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കണ്ടന്റ് കമ്പയർഡ് ടു നോർമൽ ഡയറ്റ്, ഹൈ കാർബ് ഡയറ്റ്, കീറ്റോ ഡയറ്റ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മെക്കാനിസത്തിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളുടെ നോർമൽ ലൈഫിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ അതിന് പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കണം നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ടത്. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡയറ്റ് എടുത്തവർ, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ കീറ്റോ ഡയറ്റ് എടുത്തതിന് ശേഷം അവരുടെ ഒരു ഷുഗർ ലെവൽ നോർമൽ ലെവലിലോട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് ഉണങ്ങാതിരുന്ന ഒരു മുറിവ്, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു മുറിവ്, അതിപ്പോൾ ഹീലായി എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കൺസിഡറേഷൻ സ്റ്റേജാണ്. ഓക്കെ, അവരൊന്ന് ചിന്തിക്കും, യെസ് ഇതൊരു ഡോക്ടറാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വിശ്വസനീയത വരും. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഡോക്ടർ അങ്ങനെയുള്ള സംഭവം വെച്ച് തന്നെ ചെയ്യണം. അല്ലാതെ നോർമലി ഇതിനെ പറ്റിയിട്ട് സയന്റിഫിക്കലി നോളജ് ഇല്ലാത്ത, അല്ലെങ്കിൽ സർട്ടിഫൈഡ് അല്ലാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, സോ ഒരു ഡോക്ടർ രോഹിത് എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വിശ്വസനീയത അവിടെ വരും. മനസ്സിലാകുന്നുണ്ടോ? സോ പിന്നെ വേണ്ടത് നമ്മളുടെ ഈ പറയുന്ന സോഷ്യൽ പ്രൂഫാണ്. ഇത് എടുത്തവർക്കുണ്ടായ ചേഞ്ചസുകൾ നമ്മൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു കൺസിഡറേഷൻ സ്റ്റേജിലോട്ട് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദെൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കൺവേർഷൻ സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി അവർ കൺസിഡർ ചെയ്തു നമ്മളെ. സോ ജസ്റ്റ് അവരുടെ കൺവേർഷൻ സ്റ്റേജിൽ നമുക്ക് ഈ പറയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് അവരിലോട്ട് കൊടുക്കേണ്ട കാര്യം. അവർ ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇനി ജസ്റ്റ് അവർക്ക് പേ ചെയ്യുക, അവരൊരു കസ്റ്റമറായി മാറുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കും? കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്നെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു ന്യൂട്രീഷനിസ്റ്റുമായിട്ടൊരു കൺസൾട്ടേഷൻ നമുക്ക് കൊടുക്കാം. സോ അവർ നമ്മുടെ ഒരു പെയ്ഡ് കസ്റ്റമറായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. മനസ്സിലായി? പിന്നെ അവിടുന്ന് നമുക്ക് വേണം അവരുടെ ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലാൻഡിംഗ് പേജ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ് വേണം. നിങ്ങളുടെ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ലെവൽസിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ് ആണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഏത് പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യാനും ഒരു ടൈപ്പ് ഓഫ് ലാൻഡിംഗ് പേജ് വെച്ചിട്ട് ഒരുപാട് ക്ലയൻസിൻ്റെ പ്രശ്നമാണ്. അവർ വന്നിട്ട് ചോദിക്കും നമുക്ക് ഈ സൈറ്റ് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറയും, ഈ സൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഇനിഷ്യലി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഇല്ല. അവരെ ഒരു കൺസിഡറേഷൻ സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടൊരു വൃത്തികെട്ട അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം ആദ്യമേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യൂ. ഫസ്റ്റ് തന്നെ അവർ പറയുന്നത് അവർക്ക് സെയിൽസ് വേണമെന്നാണ്. എന്തിൻ്റെ ബേസിസിൽ അവരൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ തന്നെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിസിൽ നിങ്ങൾ എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം? മനസ്സിലായോ? സോ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നിങ്ങൾക്ക് വേണമെന്നുണ്ട്. മീൻസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ കൺസിഡർ ചെയ്യാതെ ഈ പറയുന്ന പ്രോസസ്സിലോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് എല്ലാം നല്ല രീതിയിൽ ആലോചിച്ച് തോട്ട് പ്രോസസ്സ് മീൻസ് കറക്റ്റായിട്ട് ആലോചിച്ച് ഇത്രയും രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഇതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ്, ഇതെല്ലാം ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സോ ആ ഒരു സിറ്റുവേഷനിലോട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? സോ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കണ്ടന്റ് ഇല്ലാതെ നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാനാണെങ്കിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, സോ ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയണം. ഓക്കെ, എൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു മീൻസ് ബ്ലോഗ് എഴുതണം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ യൂട്യൂബിലിടണം, എന്തുമാവാം. മനസ്സിലാവും? അല്ലെങ്കിൽ ഒരു ഇ ബുക്ക് എനിക്ക് പബ്ലിഷ് ചെയ്യാം. സോ കണ്ടന്റ് ഇല്ലാതെ ഞാൻ വാ തുറക്കാതെ എൻ്റെ പ്രോഡക്റ്റ് സെല്ലാവില്ല. മനസ്സിലാകുന്നുണ്ടോ? അത്രയേ ഉള്ളൂ.
സോ ഈ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. സോ കണ്ടന്റ് എന്ന് പറയുന്നതാണ് മെയിൻ സംഭവം. സോ നിങ്ങൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ പണിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അല്ലാതെ എല്ലാ സ്റ്റേജിലും ഒരേ ലാൻഡിങ് പേജ് വെച്ച് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ജ്യോതിഷശാഖം പഠിപ്പിച്ച പിള്ളേർ അത് ചെയ്യാൻ പാടില്ല. മോശമാണ്. മനസ്സിലായോ? നമ്മൾ ആ ക്ലയൻറ്റിനോട് ചെയ്യുന്ന മോശം പ്രവൃത്തിയാണത്. കാരണം അവന്മാർക്ക് അതിനെപ്പറ്റി ബോധമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തവനാണെങ്കിൽ പോയി പണി നോക്കാൻ പറയാം. ഇങ്ങനെ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമ്പനിയെ പറ്റിയിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളൊരു കമ്പനിയുടെ വർക്ക് എടുത്തു, ഓക്കെ, നിങ്ങളൊരു കമ്പനിയുടെ വർക്ക് എടുത്തിട്ട് അവർ പറയണം ഇതേ ഉള്ളൂ, ഇനിയിപ്പോൾ പുതിയതായിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ല, ഇത് വെച്ചിട്ട് എനിക്ക് കിടിലമായിട്ട് ലീഡ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ഞാനപ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് പറയും. നിങ്ങളത് സമ്മതിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫസ്റ്റ് മന്ത് കുറച്ച് ലീഡ്സ് നിങ്ങൾ കൊടുക്കും, അതൊന്നും കൺവെർട്ട് ആവില്ല. സെക്കൻഡ് മന്തും പോവും, തേർഡ് മന്തും അങ്ങനെ തന്നെ പോകും. തേർഡ് മന്തിൽ അവൻ വന്നിട്ട് പറയും ലീഡ്സ് ഒന്നും ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സ് ആണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ആയി. നിങ്ങളെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് റിവ്യൂ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയാൽ അത് അവിടെ കിടക്കും. അങ്ങനെ റിമൂവ് ചെയ്യാതെ അത് പോവില്ല. മനസ്സിലാകുന്നുണ്ടോ? സോ അതിനുള്ള പോസിബിലിറ്റീസ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. എന്താണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് വീഡിയോ. ഇനി നമ്മൾ പല കാര്യങ്ങളും പഠിക്കും, ഹെവി സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കും. മനസ്സിലാകുന്നുണ്ടോ? സെറ്റല്ലേ? ഓക്കെ, താങ്ക് യു.